ഇത് കണ്ടങ്ങൾ ഇത് പൊടി ഞാൻ കാണിച്ചുതരാം. മിനിഞ്ഞാന്ന് വീട് അടിച്ച് തുടച്ചിട്ടുള്ളൂ. ഈ സാധനം കണ്ടങ്ങൾ അത് റിമൂവ് ചെയ്തു എന്ന് റോബോട്ട് പറയാം. അതിനുള്ള സാധനം എടുത്തുക്കണ കണ്ടങ്ങൾ വീട്ടിലത്തെ പൊടിയാണിത്. മിനിഞ്ഞാന്ന് അടിച്ചിട്ടുള്ളൂ. ഇതൊക്കെ പൊടികളാണ്. പൊടി ഉറക്കുത്തം പൊടി കണ്ടില്ലേ. ഇതിപ്പോൾ പൊടി എടുത്തു. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് തുടക്കണം ഞാൻ കാണിച്ചുതരാം. കണ്ടത് ഇതിൽ വെള്ളം നിറച്ചാൽ പിന്നെ ഇത് തുടക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇവിടെ ആദ്യം അടിച്ചു കഴിഞ്ഞു. ഈ തുടക്കുകയാണ്. ഏതാണ്ട് 30,000 രൂപയാണ് ഇതിൻ്റെത്. പക്ഷെ നമ്പർ 1 സാധനം കേട്ടോ. ഇതാണ് ഓണാക്കിയിട്ട് പോയാൽ മതി. ഫുള്ള് ക്ലീന് അടിച്ച് തുടച്ച് റെഡി ചെയ്തരുത്. ഇത് ഞാൻ കാണിച്ചു തരാം ഇനി എങ്ങനെയാണ്. ഇത് തുടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. പൊടി വലിക്കുമ്പോൾ ഇതിൽ മാക്സിമം വെള്ളം നിറക്കാക്കുക. അത്രയും വെയിറ്റ് കുറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തിട്ട് കണ്ട ഇത് ഓപ്പൺ ചെയ്തിൽ ഇതിൽ വെള്ളം വരാം. ഈ വെള്ളത്തിൽ പിന്നെ പുൽത്തൈലം അങ്ങനത്തെ ഒക്കെ ഇടാതെ നിൽക്കുക. കമ്പനി പ്രത്യേകം പറയുന്നത് സാധാ പച്ചവെള്ളം ഒഴിക്കുക. 300-350 ml ടാങ്കാണിത്. ഏകദേശം വെള്ളം നിറച്ചു ഇതിൽ. ഇത് ക്ലോസ് ചെയ്തൊക്കെ എന്നിട്ട് ഇതിൻ്റെ അപ്പുള്ള ആദ്യം ഇത് ചെയ്യണമായിരുന്നു. തുടക്കുമ്പോൾ ഈ സാധനം ഉപയോഗിക്കണം. പൊടി വലിക്കുമ്പോൾ ഈ സാധനം ഒരിക്കലും, ഇത് മൈക്രോ ഫൈബറാണ്. നമ്മൾ പൊടിയൊക്കെ വലിച്ചു പോകും. എത്രത്തോളം വെള്ളം നിലത്തേക്ക് സ്പ്രേ ആണെന്നൊക്കെ അതിന്മേ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ 2 ഹുക്ക് ഉണ്ട്. ഇങ്ങനെ കൊടുക്കുക. ഇത് ഒന്നുകൂടി തുടക്കുമ്പോഴുള്ള പൊടികൾ ഉള്ളിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഈ സാധനത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇത് ഇങ്ങനെ മെല്ലെ തള്ളി കൊടുക്കുക. ഡസ്റ്റ്ബിന്നും വാട്ടർ ടാങ്കും ഇൻസ്റ്റാൾ ചെയ്തു. റോബോട്ട് ഡിറ്റക്റ്റ് ചെയ്തു. ഇനി ഞാനിത് മൊബൈൽ വഴി ഓണാക്കുക. വീടിൻ്റെ ഓരോ റൂമത്തെ മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇത് വീടിൻ്റെ അടിഭാഗം. ഒരു പ്രത്യേക റൂം മാത്രമേ നമുക്ക് തുടക്കത്തിൽ. ഇതാണ് അപ്പർ കൊലായി. ഈ മാപ്പ് യൂസ് ചെയ്യുക. ആ മാപ്പ് സെറ്റായിപ്പോൾ. പിന്നെ ഇതിൽ കണ്ടോ, ഇപ്പോൾ വെറ്റ്നെസ് ലെവൽ മീഡിയം. ഇത് സ്ട്രോങ് ഒരു മീഡിയം എന്നാണ് ഏറ്റവും നല്ലത്. വെള്ളം മെല്ലെ മെല്ലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് തുടച്ചു കൊണ്ടുപോകും. ഹൈ ആയാൽ കൂടുതൽ വെള്ളം യൂസ് ചെയ്യും. പിന്നെ പൊടി വലിക്കണ ഇത് സ്റ്റാൻഡേർഡിലാണ് ഇടുകയാണ് എപ്പോഴും നല്ലത്. പവർ പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല പൊടി വലിക്കുക, അതതിൻ്റെ ആവശ്യമില്ല. ഇത് മെല്ലെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം മാക്സിമം പൊടികൾ വലിച്ചോളും. അപ്പോൾ ഇതൊക്കെ മീഡിയത്തിൽ ഇട്ടിട്ട് ഇവിടെ ഓട്ടോ എന്നുള്ള ബട്ടൺ അമർത്തുക. അതതിൻ്റെ ചാർജിങ് പോയിന്റുമെന്ന് വന്നു. ഇനി നമ്മളൊന്നും അറിയണ്ട. അടാ ഇനി ഓട്ടോമാറ്റിക് നമ്മൾ അവിടെ പോയിരുന്ന് ടി വി ആണ് എന്തെങ്കിലും ചെയ്യുക. ഇതൊക്കെ അടിച്ച് തുടച്ചോളും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഇലക്ട്രോണിക്സ് ഐറ്റംസ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ജ്യേഷ്ഠനും എല്ലാവർക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപകാരം ഇത്രയും കാലം വാങ്ങിയിൽ ഒന്ന് AC ആണ്, കാരണം ചൂടാണല്ലോ. ഒന്ന് ഈ സാധനമാണ്. ഇത് ചില്ലറ സാധനമല്ല കേട്ടോ. ഇത് ഏകദേശം ഒരു 30,000 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. ഞങ്ങൾ 3 ആൾ ഷെയർ ചെയ്ത് എടുത്തതാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സും. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുക സ്വന്തം എടുത്താൽ മതിയായിരുന്നു. ഞാൻ കുറച്ച് ടെക്നോളജി മറ്റുള്ളവരും അറിയണോണ്ട് അവരിതിൻ്റെ സെറ്റിങ്സൊക്കെ പഠിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. ഇനി ഇത് മെല്ലെ മെല്ലെ ഇങ്ങനെ അവരടുത്ത് നിന്ന് വാങ്ങണം. എന്തെങ്കിലും സംതിങ് കൊടുത്ത് കാണും, അല്ലെങ്കിൽ ഓൽക്ക് വേണമെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അടവിട്ട് എടുക്കണത്. ഇതിൻ്റെ വലിയ സാധനമൊക്കെ ഉണ്ട്. 75,000 രൂപ 1,00,000 രൂപേൻ്റെ അതൊന്നും ആവശ്യമില്ല വീടിന്. അതിനാകെ ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ പൊടി നിറഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിനൊരു കൊട്ടുണ്ട്, അവിടെ പോയി തട്ടും. അങ്ങനത്തെ ഫങ്ഷനൊക്കെ ഉള്ളു. അപ്പോൾ താല്പര്യമുള്ള വാങ്ങിക്കൊള്ളി. മുതലാവുന്ന പറഞ്ഞാൽ അടിപൊളി മുതലാവുന്ന സാധനമാണത്. ഇവിടെയൊക്കെ വെള്ളത്തുള്ളികളുണ്ട്.
വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് തുടക്കുകയാണ്. ചെറിയ കട്ടിങ്ങൊക്കെ ആശാൻ കയറും ക്ലീൻ ചെയ്ത് കണ്ട്. ഇപ്പോൾ കാർപ്പറ്റിൻ്റെ ആ ഒരു ഏരിയയാണ്. ഇനി അവിടുന്ന് ഓട്ടോമാറ്റിക് കയറ് വെക്കുക. കണ്ടാ കയറി അവിടെ കുഴിയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. ഒരു ഏരിയയും തുടക്കാതെയും പൊടി വലിക്കാതെയും കവർ ചെയ്യില്ല. അതാണിത് പ്രത്യേകത. ഇത് സത്യത്തിൽ വളരെ സ്ലോ ആണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ സ്ലോ ആയിക്കാരം. കാരണം മാക്സിമം പൊടിയും വലിച്ച് സാവധാനം തുടച്ചിങ്ങനെ വരിക. ഇത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ഇതിവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. നമ്മളെ പണിയെടുക്കുക, കുളിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി ടി വി ആണോ ഒക്കെ ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്ത് ലാസ്റ്റ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു താഴ്ചയുള്ള ഏരിയയാണ്. ഇനി ഇവിടെ എത്തുമ്പോൾ നോക്കിയാണ് മെഷീനെ സെൻസ് ചെയ്യും, കുഴിയാണ്, അതുവരെ തുടച്ചുകൊണ്ട് പോകും. കണ്ടോ ചാടൂല, കണ്ടോ അതുവരെ തുടച്ചു പോകും. എത്ര വലിയ കുഴിയാണെങ്കിലും ചാടൂല. അതാണ് ഇതിന് സെൻസർ ഉണ്ട് എന്ന് പറഞ്ഞത്. ഒരു മേശപ്പുറത്ത് വെച്ച് തുടക്കുകയാണെങ്കിൽ മേശപ്പുറത്തിൻ്റെ അപ്പുറത്തേക്ക് ഇത് കൊഴിഞ്ഞാടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒന്നുകൂടിയും കാണിച്ചില്ല. കണ്ട വെള്ളം കണ്ട, ഇതൊക്കെ വെള്ളമാണ്. വെള്ളം വെച്ച് തുടക്കുകയാണിത്. ആശാൻ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് അതിൻ്റെ ചാർജറിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ്. കണ്ടോ ആ ചാർജർ അവിടെ സെൻസ് ചെയ്തു. കറക്റ്റ് അവിടെ എത്തിയിട്ട് ആ ചാർജിങ് ഡോക്യുമെൻ്റ് കയറി നിന്ന് ഓട്ടോമാറ്റിക് ചാർജ് ആവും. ചാർജറിന് ഒരു LED ഇത് ചാർജ് ആവുമ്പോൾ അതങ്ങ് കെടും. കണ്ടോ ഇത് ബ്ലിങ്കായി. ആ ചാർജ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ സംഗതി. വളരെ സിമ്പിളാണ്. ഇനി ഓവർ ചാർജൊന്നും ആവില്ല. ഇത് ആ കുത്തിയിട്ട് പോയാൽ മതി. ശരിക്കും ഇങ്ങനെ കുത്തിയിട്ട് പോകണം എന്താ വെച്ചാൽ വലിയ ഹാളുകൾക്കൊക്കെയാണ് ഉപകാരം. കാരണം നമ്മളിപ്പോൾ വളരെ ദൂരത്തുനിന്ന് ഇപ്പോൾ അങ്ങാടിയിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ റൂം ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ അവിടുന്ന് മൊബൈൽ വഴി ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ അടിച്ച് തുടച്ച് പോകും. വീടുകളിൽ ചെറിയ വീടാകുമ്പോൾ ഒന്നും നടക്കില്ല. പിന്നെ രാവിലെ പല റൂമിൻ്റെയും വാതിൽ ക്ലോസ് ചെയ്യാറും. പക്ഷെ അതൊക്കെ തുറന്നിട്ട് പോകണവർക്ക് അത് ബെറ്ററാണ്. അല്ല വീട്ടിൽ നിന്നാണ് വീടിൻ്റെ എവിടെയെങ്കിലും നമ്മൾ ഇരുന്ന് കണ്ട് മേലെ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫാക്കി. അപ്പോൾ പിന്നെ ഇത് പുറത്ത് പോകുമ്പോൾ ഓണാക്കണമെന്നില്ല. ഇത് ഓഫാക്കി പോവാം. ഇവിടുന്ന് മാത്രം ഓണാക്കിയാൽ മതിയല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് നിരന്തരം വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പ്രത്യേകം റോഡ് സൈഡിൽ വീടായതുകൊണ്ട് 2 ദിവസം കൊണ്ട് പൊടി ചളിയൊക്കെ ആവും. അപ്പോൾ അതിങ്ങനെ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം മേലെയും അടിയും ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടുകാർക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും ഇത്. യുറാക്ക പബ്സിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. പല കമ്പനികളുണ്ട്. യുറാക്ക പബ്സ് ആകുമ്പോൾ കുറേ ഇതിൻ്റെ വേറെയും പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിരിക്കണ്. നല്ല സർവീസും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പിന്നെ ഇത് ഇൻസ്റ്റാൾമെൻറ്റിന് കിട്ടും. ഒറ്റയടിക്ക് പൈസ കൊടുക്കണ്ട, ഇൻസ്റ്റാൾമെൻറ്റിന് കിട്ടും. അതേപോലെ ഇതിൽ കമ്പനി ഒരു നമ്പർ അതിൻ്റെ സൈറ്റിലുണ്ട്. ആ സൈറ്റ് നമ്മൾ വിളിച്ചാൽ ഡെമോ വീട്ടിൽ വന്ന് എങ്ങനെ ചെയ്ത് കാണിച്ചു തരും. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് നമ്പർ 1 പ്രൊഡക്റ്റാണ്. വളരെ ഉപകാരം. ഇനിയുള്ള കാലത്ത് മെഷീനറി നിരന്തരം ഉള്ള ജോലിക്ക് മെഷീനറി യൂസ് ചെയ്തേക്കാൻ പറ്റില്ല. മെഷീനറി ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ഡെയിലി വരെ 2 ദിവസം അടിക്കാനും തുടക്കാനും ഒരു വലിയ വീട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനി നടക്കില്ല. വീട്ടുകാർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒരു നല്ല പ്രൊഡക്റ്റാണ്. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനല്ല. ഞാൻ വാങ്ങി ഇതിൻ്റെ ഉപയോഗം അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക, ഈ വീഡിയോ, ഈ ഡെമോ.